പൊങ്കാല എന്ന് പറയുമ്പോൾ ദേവിക്കുള്ള സമർപ്പണം, ഒപ്പം തന്നെ ഈ നാട്ടിൽ ഭക്ഷണം യഥേഷ്ടം ജനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ദിവസമാണ്. അതായത് അന്നം കൊടുക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ദിവസമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഓരോ 50 മീറ്റർ 100 മീറ്റർ അകലെയെല്ലാം അന്നദാനത്തിൻ്റെ ഒരു വലിയൊരു കൂട്ടം തന്നെയാണ് മത്സരിക്കുകയാണ് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി. നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വശത്ത് ഭക്ഷണമെല്ലാം കൊടുക്കുന്നുണ്ട്. എങ്ങനെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാം തയ്യാറാക്കി. എവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പൊങ്കാല ഇടാൻ എത്തുന്നവർക്ക് ഭക്ഷണം കിട്ടാൻ ഒരു കുറവുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ ക്യൂ തന്നെ ഇതിന്റെ ഒരു പിൻഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പിന്നിലാണ് അല്ലേ? ഒരുപാട് ദൂരമുണ്ട്. എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ എവിടുന്നാ വരുന്നത്? നെടുമങ്ങാട്. ഈ പൊങ്കാല ദിവസം എല്ലായിടത്തും ഭക്ഷണം നൽകുന്ന ഒരു മത്സരമാണല്ലോ. ഇതിപ്പോ ഭക്ഷണം വാങ്ങാൻ നിൽക്കുകയാണോ? ഭക്ഷണം വാങ്ങാൻ പോകുന്നവരെ അതിനൊരു കുറവുണ്ടാവില്ല? ഇല്ല ഇല്ല, ഭക്ഷണത്തിനും വെള്ളത്തിനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ഇതാണ്. വളരെ സന്തോഷം. നെടുമങ്ങാട്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. നമുക്ക് പൊങ്കാലയ്ക്കുള്ള ഒരുക്കമൊക്കെ ആയോ? എവിടെയായിരുന്നു പൊങ്കാല ഇടുന്ന? ഇവിടെ താഴെ. എല്ലാം ഒരുക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയോ? ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. കൂടുതലും ഈ ഭാഗത്ത് കൂടുതൽ പേരും ഈ അന്നദാനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയവരാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച എന്നാൽ രാജ്ഭവൻ്റെ മുന്നിൽ വരെ വലിയ രാജ്ഭവനും കടന്ന് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത എന്നാൽ ഈ കിള്ളിയാറിനപ്പുറത്തേക്ക് പൊങ്കാല ഇടില്ല. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രമംഗലം കടന്ന് ഈ പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ തിരക്ക്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനം നഗരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ രാത്രിയെല്ലാം തന്നെ പലയിടത്തും പൊങ്കാല അടുപ്പുകൾ ഉണ്ടായിരുന്നില്ല, രാത്രി ഒരു 11 മണി സമയത്തൊക്കെ. പക്ഷേ ഞാൻ ഇന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇന്നലെ രാത്രി തന്നെ നിറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ നമ്മൾ റിപ്പോർട്ടിങ്ങിനായി എത്തുന്ന സമയത്താകുമ്പോൾ അവിടെ എല്ലാം തന്നെ അടുപ്പുകൾ നിരന്നു, ആളുകൾ നിറഞ്ഞു. എല്ലാവരും ഇനിയുള്ള മണിക്കൂറുകൾ എന്നത് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അതിപ്പോൾ തന്നെ തുടങ്ങി, പലരും പൂർത്തീകരിച്ചു. ഇവിടെയെല്ലാം അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പലരും ഇവിടെ വിശ്രമത്തിലാണ്. കാരണം എല്ലാം പൂർത്തീകരിച്ചവർ ഇപ്പോൾ വിശ്രമത്തിലാണ്. അമ്മേ, പൊങ്കാലയ്ക്കുള്ള ഒരുക്കമൊക്കെ ആയോ? പറയണം. ഇപ്പോ എന്തൊക്കെയാ ഇന്ന് പൊങ്കാലയെ അർപ്പിക്കുന്നത്? വെള്ളപ്പായസം. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? രാവിലെ കാപ്പി കഴിച്ചു. ഇനിയിപ്പോ 10:15 ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തുന്നതിന് വേണ്ടി കാത്തിരിപ്പാണല്ലേ? അതെ, നമ്മള് കാത്തിരിക്കുകയാണ്. ഇവിടെ പൊങ്കാലയ്ക്ക് തീ കത്തിക്കുന്ന സമയത്ത് കടക്കേന്ന്. ആദ്യമായിട്ട് പൊങ്കാലയുടെ ഇത്രയും കാലം വരാതെ കാലം വരെ അമ്മ വിളിച്ചില്ല. ഇപ്പഴാ അമ്മ വിളിച്ചത്, അപ്പോഴിഞ്ഞു പോന്ന്. മനസ്സിലെന്തെങ്കിലും പ്രത്യേക ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയാണോ അതോ? ഇല്ല. അമ്മയ്ക്ക് പൊങ്കാല ഇടണമെന്നുള്ളൊരു ആഗ്രഹം. അതേ ഉള്ളു. അപ്പോൾ കടക്കിൽ നിന്നുള്ളൊരു അമ്മയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അമ്മ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ വരുന്നത്. ഇവിടെ കൊല്ലം തിരുവനന്തപുരം ബോർഡറാണ്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇങ്ങനെ ആദ്യമായി പൊങ്കാല ഇടാൻ വരുന്ന പ്രായമായവർ തന്നെ നിരവധിയുണ്ട്. ഒരുപാട് പേർ ഇനിയും ഇവിടെയൊക്കെ പല ദേശത്തു നിന്ന് വന്നവരാണ്. എവിടുന്നാ വന്നേ? പൊങ്കാല ആദ്യമായിട്ട് ഇടാൻ വന്നതാണോ? അല്ല, സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇവിടെ തന്നെയാണോ പൊങ്കാല ഇടുന്നത്? എന്താ തയ്യാറെടുപ്പൊക്കെ ആയോ? തയ്യാറെടുപ്പൊക്കെ ആയോ? എന്ത് നൈവേദ്യമാണ് അമ്മയ്ക്ക് ഇന്ന് അർപ്പിക്കുന്നത്? എല്ലാവരും പായസം അർപ്പിക്കുന്നവരാണ് കൂടുതലും. ഇതിനൊപ്പം തന്നെ മണ്ടപ്പുറ്റ്, തെരളി, അതിൻ്റെ എല്ലാം ഒരുക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ വലിയൊരു കൂട്ടം തന്നെയുണ്ട്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ടപ്പുറത്താണ് പാളയം പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എല്ലാം ഉണ്ട്. ഒരു മതമൈത്രിയുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേന്ദ്രത്തിൽ ഒരുപാട് പേർക്ക് ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുക്കാനുള്ളൊരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം ഇവിടെ എത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.